ഹായ് എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്ന് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ലൈഫിൽ ചേഞ്ച് വരുത്തണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കൂലേ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, ഇങ്ങനെയൊക്കെ പോയാൽ മതി, അല്ലാണ്ട് എന്ത് ചെയ്യാനല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ചു, എൻ്റെ ജീവിതം ഒരു യാത്രയാണല്ലേ. എൻ്റെ ജീവിതമല്ല, എല്ലാവരുടെ ജീവിതം ഒരു യാത്ര പോലെ തന്നെയാണ്. അതിലൊരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. പക്ഷേ യാത്രയിലൊക്കെ എന്താ, ചിലപ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ പെയ്യും, കാറ്റ് വീശും, ചിലപ്പോൾ വഴി തെറ്റിയെന്നും തോന്നിയേക്കാം. വഴി തെറ്റുമ്പോൾ ഗൂഗിൾ മാപ്പും ചിലപ്പോൾ തെറ്റിക്കും. എന്നാലും നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളെന്താണ്, ആ യാത്ര നിർത്താൻ പാടില്ല, തിരിച്ചു പോകാൻ പാടില്ല എന്ന് മുന്നോട്ട് മാത്രം പോവുക. പ്രതിസന്ധികൾ വരുമ്പോൾ അവയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അതിജീവിക്കും. പ്രതിസന്ധിയൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയും, ഒന്ന് പോടാ പോനെ, ഞാൻ അങ്ങനെ നടന്നു പോയിക്കോളാം, നീ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. അപ്പം എന്താണ്, ജീവിതം നമുക്കൊരു പുഴയായിട്ടും പറയാം കേട്ടോ. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒഴുക്കിനെ പിടിച്ചെടുത്താൻ പറ്റുമോ? എവിടെ നിന്ന്? പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ആ ഒഴുക്കിനൊപ്പം ഒഴുകാൻ പഠിക്കാൻ പറ്റും, അല്ലേ? നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഇങ്ങനെയാണ് പ്രതിസന്ധികൾ. നമ്മളെപ്പോഴും തളർത്താൻ നോക്കും. ആരെങ്കിലുമൊക്കെ വന്ന് പറയും, നീ കുറച്ച് മെലിഞ്ഞിട്ടാണല്ലോ, നീ കുറച്ച് തടിച്ചിട്ടാണല്ലോ, നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമോ? അവരെ കൊണ്ട് പറയിപ്പിക്കണം, എന്നെക്കൊണ്ട് ഇത് പറ്റുള്ളൂ. അപ്പോഴല്ലേ നമ്മുടെ വിജയം. ഇനി നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. പക്ഷേ ഫസ്റ്റ് ഒന്നും അത് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നൊന്ന് വിചാരിച്ചിട്ട് ഇനി എന്നെക്കൊണ്ടൊന്നും മേല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവയെ പിന്തുടരണം, ഓടിച്ചിട്ട് പിടിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, നമ്മുടെ കൈക്കുള്ളിലാക്കണം. അപ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അന്തസ്. നമ്മുടെ മഹാനായ ഫുട്ബോൾ താരം ലയണൽ മെസ്സിനെ അറിയില്ലേ? തൻ്റെ കരിയറിൽ ഒരുപാട് തോൽവികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ ഒരിക്കലും തളരാതെ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ, നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാൻസാണ് കേട്ടോ. പിന്നെന്താണ്, പ്രശസ്ത ചിത്രകാരൻ വിൻസെൻ്റ് വാൻ ഗോഗ്. ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊന്നും ആദ്യകാലങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം തൻ്റെ കലയിൽ നിന്നാണ് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ലോകം അറിയുന്ന രീതിയിൽ ഇന്ന് ലോകം അദ്ദേഹത്തെ ആദരിക്കുകയാണ്. തൻ്റെ വേദനകളെയൊക്കെ എന്താണ്, അദ്ദേഹം ഒരു ക്യാൻവാസിൽ തീർത്തു. ഇന്ന് നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കറിയില്ലേ, നമ്മളൊക്കെ പണ്ട് തൊട്ടേ പഠിക്കുന്ന തോമസ് എഡിസൺ. അദ്ദേഹം 1000-ലധികം തവണ പരാജയപ്പെട്ട ശേഷമാണ് ബൾബ് കണ്ടുപിടിച്ചത്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പരാജയപ്പെട്ടുകൂടാ? പരാജയങ്ങളാവാം, പക്ഷേ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പേടിച്ചോടരുത് മക്കളെ. നമ്മൾ അതിനു മുമ്പ് പരാജയം ഉണ്ടെങ്കിലും വിജയത്തിന് വേണ്ടി പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു യുദ്ധമായിട്ട് കരുതുക. നമ്മൾ തോൽപ്പിക്കാൻ പലരും വരും, പക്ഷെ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക. നമ്മൾ വിജയിച്ചിരിക്കും. നമുക്കത് കഴിയും, നിങ്ങൾക്കും കഴിയും. എന്നാൽ ബൈ ബൈ.